ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റാഗി സ്വീറ്റ് കൊഴുക്കട്ടയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് റാഗി മാവാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 3 സ്പൂൺ കണക്കാക്കി ഉരുക്കിയ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറു ചൂടുവെള്ളമാണ് മാവ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ച് മാവ് തയ്യാറാക്കാം. കുഴച്ച മാവ് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഫില്ലിങ്സിനായിട്ട് ഞാനിപ്പോൾ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റെല്ലാം കഴുകി വൃത്തിയായ ശേഷം ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. തേങ്ങ ചിരവിയതാണിത്. ഇതിൽ ഞാൻ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിലെ വെള്ളമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വീണ്ടും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു 1/4 കപ്പ് ശർക്കര ഞാൻ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു മൗൾഡ് എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. 2 വശത്ത് നെയ്യ് തടവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചെടുത്ത് ഒരു പകുതിയിൽ വെച്ച് കൊടുക്കാം. ഒരു പകുതിയിൽ മാവ് നിരപ്പിയ ശേഷം അടുത്ത പകുതിയിലും മാവ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് കൂടി വെച്ച ശേഷം നമുക്ക് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാ മാവും ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ കൊഴുക്കട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ട് വരാം. നമ്മുടെ റാഗി സ്വീറ്റ് കൊഴുക്കട്ടയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു സ്നാക്സാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.